ഹലോ, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ശ്രീഋഷിയുടെ നോളജ് ഗാലക്സിയിൽ സംസാരിക്കാൻ പോകുന്നത് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയ നമ്മളുടെയൊക്കെ ടീനേജ് കഴിഞ്ഞ് +1 +2 ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്ന കുട്ടികൾക്കൊക്കെ ഡൗട്ട് വരുന്ന ഒരു കാര്യത്തെ പറ്റിയാണ്. കരിയർ എങ്ങനെ ചൂസ് ചെയ്യണം എന്നുള്ളതിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. സോ അഭിരുചി അനുസരിച്ച് മാത്രം കരിയറുകൾ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ആ കരിയറിൽ നിന്ന് ബുദ്ധിമുട്ടി അതിനെ ഇഷ്ടപ്പെടേണ്ടി വരും. പ്ലീസ് ഹിയർ ദിസ് വീഡിയോ ഔട്ട്. സോ കരിയർ, അഭിരുചി തമ്മിലുള്ള കണക്ഷൻ എന്താണ് എന്ന് നമുക്ക് ആദ്യം നോക്കാം. നിങ്ങൾക്ക് എന്തിനോടാണ് അഭിരുചിയുള്ളത്? നിങ്ങളൊരു റിസർച്ചർ ആവാൻ ആഗ്രഹിക്കുന്നുവോ? നിങ്ങളൊരു ആർട്ടിസ്റ്റ് ആവാൻ ആഗ്രഹിക്കുന്നുവോ? നിങ്ങളുടെ സസ്റ്റനൻസ്, അതുപോലെ മെയിൻ്റനൻസ്, അതുപോലെ തന്നെ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി, നിങ്ങളുടെ കഴിവ് എന്താണോ അതിനെ ഉത്തേജിപ്പിക്കുന്നതാവണം നിങ്ങളുടെ കരിയർ. കാരണം എന്ന് പറഞ്ഞാൽ കരിയർ നിങ്ങളുമായിട്ടൊരു കണക്ഷനും ഇല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ജോലി മാത്രമായി മാറും. അങ്ങനെ ഒരു ജോലി മാത്രമായി മാറുമ്പോൾ അത് ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് കുറയുകയും മണി മോട്ടീവായി മാത്രം മാറുകയും ആത്മാർത്ഥതയിൽ ഡിഫറൻസസ് വരികയും ചെയ്യും. സോ നിങ്ങൾ എപ്പോഴാണോ നിങ്ങളുടെ ലൈഫിലെ ഒരു പാർട്ടാക്കി നിങ്ങളുടെ ജോലി എടുക്കണമെന്ന് ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു കരിയറിനെ നിങ്ങളുടെ പാർട്ട് ഓഫ് യു എന്നുള്ള രീതിയിലേക്ക് എടുക്കാൻ ശ്രമിക്കുന്നു എന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നിങ്ങളുടെ അഭിരുചി തിരിച്ചറിയുക. ആ അഭിരുചിക്കനുസരിച്ച് കരിയർ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്കിപ്പോൾ 1-2 തെറ്റുകൾ പറ്റിയെന്ന് തന്നെ വെക്കട്ടെ കരിയറിൽ. പക്ഷെ പെർസീവ് ചെയ്യുക. നിങ്ങളുടെ കരിയറായി ചൂസ് ചെയ്യുന്ന എന്തിനാണോ അതിനകത്തേക്ക് മാത്രം തന്നെ പോകാൻ ശ്രമിക്കുക. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ എപ്പോഴാണോ നിങ്ങളെ തന്നെ അല്ലാതെ ചെയ്യാൻ ശ്രമിക്കുന്നത്, അതായത് നിങ്ങൾ മറ്റൊരു സോഴ്സിൽ നിന്നുള്ള പ്രചോദനം അല്ലെങ്കിൽ പുഷിങ് കാരണം നിങ്ങൾ എപ്പോഴാണോ ഒരു കരിയർ സെലക്ട് ചെയ്യുന്നത്, ആ ഒരു കരിയറിൽ നിങ്ങൾക്കുണ്ടാവുന്ന ആത്മാർത്ഥതയുടെ ലെവൽ, നിങ്ങൾ ആ കരിയറിൽ ഹാപ്പി ആയിരിക്കുമോ എന്നൊക്കെയുള്ളത് ശ്രദ്ധിച്ച് മാത്രം ഒരു കരിയർ സെലക്ട് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക. സോ ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള ഒരു വ്യക്തിയെ കൊണ്ട് ഒരു കാരണവശാലും ഒരുപാട് അനാലിറ്റിക്കൽ ആയിട്ടുള്ള സംഭവങ്ങൾ ചെയ്യാൻ കഴിയില്ല. അതുപോലെ തന്നെ സയൻസിനോട് കൂടുതൽ ഇൻക്ലിനേഷൻ ഉള്ള കുട്ടികൾക്ക് ആർട്ടിസ്റ്റിക് ആയിട്ട് ചെയ്യണം, തിയററ്റിക്കൽ അല്ലാതെ മറ്റൊരു കാര്യം ക്രിയേറ്റീവായിട്ടാണ് ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കും അതൊരു നിങ്ങൾ ചെയ്യേണ്ട കാര്യമല്ല നിങ്ങൾ ചെയ്യുന്നത് എന്ന് ഫീൽ ചെയ്തുകൊണ്ടിരിക്കുകയും അത് കാരണം തന്നെ ഡിസിൻട്രസ്റ്റ് ഫീൽ ചെയ്യുകയും ഒക്കെ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. സോ നിങ്ങൾക്ക് എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാലും നിങ്ങൾ കൂടുതലും നിങ്ങളുടെ അഭിരുചിക്ക് അനുസരിച്ചുള്ള കരിയർ തിരഞ്ഞെടുക്കാൻ മാത്രം ശ്രമിക്കുക. ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഓരോ തരം അഭിരുചി ഏത് ബ്രെയിൻ സെന്റേഴ്സ് ആണ് കൺട്രോൾ ചെയ്യുന്നത് എന്നുള്ളതിനെ പറ്റിയാണ്. സോ നിങ്ങൾ ലെഫ്റ്റ് ബ്രെയിൻ ആക്റ്റീവ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലോജിക്സ്, ഫാക്ട്, അനലിറ്റിക്സ്, ഷെഡ്യൂളിംഗ് ഒക്കെ വളരെ നല്ലതായിരിക്കാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾ റൈറ്റ് ബ്രെയിൻ ആണ് ആക്റ്റീവ് എന്നുണ്ടെങ്കിൽ ക്രിയേറ്റീവ് സെൻസസ്, അതേപോലെ ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഫീലിങ്സ്, അതുപോലെ നിങ്ങളുടെ മെന്റൽ സ്പിയർ ഓഫ് ക്രിയേറ്റിവിറ്റി അതൊക്കെ ഒരുപാട് എലോബറേറ്റഡ് ആയിരിക്കാൻ ചാൻസ് ഉണ്ട്. സോ നിങ്ങൾ റൈറ്റ് ബ്രെയിൻഡ് ആണോ ലെഫ്റ്റ് ബ്രെയിൻഡ് ആണോ എന്ന് താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെന്താ നമ്മൾ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ എത്രത്തോളം നമ്മളുടെ ബ്രെയിൻ ആക്ടിവിറ്റി നമ്മളുടെ അഭിരുചിക്ക് അനുസരിച്ച് നമ്മുടെ കരിയർ സെലക്ട് ചെയ്യുന്നു അത്രത്തോളം നമ്മൾ ആ കരിയറിൽ ജീവിക്കാൻ ചാൻസ് കൂടുതലാണ്. പക്ഷെ മറ്റേ രീതിയിൽ നമ്മളൊരു ഇൻറ്റൻഷനോടെയാണ് കരിയർ സെലക്ട് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കരിയറിനോട് അഡ്ജസ്റ്റ് ചെയ്യാൻ നിങ്ങൾ കുറച്ച് സമയമെടുക്കും. അല്ലെങ്കിൽ ആ ഒരു കരിയർ നിങ്ങളുടെ ഒരു ജോലിയായി കണ്ട് നിങ്ങൾ ചെയ്യാൻ ചാൻസ് ഉണ്ട്. സോ മാക്സിമം നിങ്ങളുടെ അഭിരുചിക്കനുസരിച്ച് കരിയേഴ്സ് സെലക്ട് ചെയ്യുക. പിന്നെ നിങ്ങൾ എന്തിനു വേണ്ടിയാണ് നിങ്ങൾ കരിയർ സെലക്ട് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ചും കൂടി ആലോചിച്ച് ഇത് രണ്ടും കൂടി വെച്ച് ബാലൻസ് ചെയ്ത് മാത്രം ഒരു കരിയർ സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക. സോ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും അവരവരുടേതായ ഇഷ്ടമുള്ള കരിയേഴ്സ് കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. താങ്ക്